വളം നല്ലതാണെന്ന് കരുതി ഏത് സമയം വളം കൊടുക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. ചില സമയം ചെടികൾക്ക് വളം ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. നമ്മൾ പുതിയതായിട്ടൊരു ചെടി നടുകയാണ്. നമ്മൾ വാങ്ങിച്ച ചെടിയായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും കിട്ടിയ ഒരു ചെടിയായിരിക്കാം. നമ്മളതൊരു പുതിയ ചട്ടിയിൽ നട്ടു വെക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അതിന് വളം ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ പുതിയതായിട്ട് നട്ട ചെടിയുടെ വേരുകൾക്ക് ആ പുതിയ സ്ഥലമായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം കൊടുക്കുക. ചെടി ഒന്ന് വളർന്നു എന്ന് തോന്നുമ്പോൾ ആ ചട്ടിയിൽ നമ്മൾ മാറ്റി നട്ടതിന് ശേഷം ചെടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, ഇലകളൊക്കെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ അതിന് വളം കൊടുക്കുക. ചെടികൾക്ക് ഇതുപോലെ ഫംഗസോ അങ്ങനെ എന്തെങ്കിലും രോഗം ബാധിച്ച ചെടികളാണെങ്കിൽ ആ സമയത്ത് ഒരിക്കലും അതിന് വളം ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ ഫംഗസ് പിടിച്ച ചെടിയാണെങ്കിൽ അതിൻ്റെ ഫംഗസ് മാറാനുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുക, എന്നിട്ട് വളം കൊടുക്കുക. നല്ല വെയിലുള്ള സമയത്ത് ചെടികൾ ഇങ്ങനെ വാടി നിൽക്കുന്ന ഈ ഒരു ടൈമിൽ ഒരിക്കലും വളം കൊടുക്കരുത്. ഈ സമയത്ത് നല്ല ചൂടായിരിക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് വളം കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടിക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കില്ല. നമ്മൾ വളം കൊടുക്കുമ്പോൾ എപ്പോഴും രാവിലെ ഒരു 6 മണി മുതൽ 9 മണി വരെ, അതുപോലെ വൈകുന്നേരം ഒരു 4 മണി മുതൽ 6 മണി വരെ ഈ ഒരു ടൈം നോക്കിയിട്ട് നമ്മൾ വളം കൊടുക്കുക. അതുപോലെ ഉണങ്ങിക്കിടക്കുന്ന മണ്ണിലും വളം കൊടുക്കരുത്. ചെറിയ നനവുണ്ടെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം വളം കൊടുക്കുക. മഴയുള്ളപ്പോൾ ഒരിക്കലും ചെടികൾക്ക് വളം കൊടുക്കരുത്. കാരണം നന്നായിട്ട് മഴ പെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത വളമൊക്കെ ഒലിച്ചു പോകും, അത് കറക്റ്റായിട്ട് ചെടികൾക്ക് എത്തിപ്പെടില്ല. അതുകൊണ്ട് മഴയുള്ള സമയത്ത് നമ്മൾ ചെടികൾക്ക് വളം ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ ചെടിക്കും ഒരേ അളവിലുള്ള വളമല്ല ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ചെടിയുടെ നട്ടിട്ടുള്ള ചട്ടി നോക്കുക, അതുപോലെ ചെടിയുടെ വലിപ്പം നോക്കുക, അതിനനുസരിച്ചുള്ള വളം ചെറിയ അളവിൽ കൊടുക്കേണ്ടതിന് ചെറിയ അളവിൽ നോക്കിയിട്ട് കൊടുക്കുക. ഒരുപാട് വളം കൊടുത്താൽ ചെടി നന്നായിട്ട് വലുതാവുമെന്ന് കരുതിയിട്ട് ഒരു ചെറിയ ചട്ടിയിലിരിക്കുന്ന ചെടിക്ക് ഒരുപാട് വളം ഇട്ട് കൊടുത്താൽ ആ ചെടി മൊത്തത്തിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും. അത് കരിയാൻ മാത്രമേ ആ വളം നമുക്ക് അപ്പോൾ ഉപകരിക്കുകയുള്ളൂ. ഒരു ദിവസം തന്നെ നമ്മൾ ചെടികൾക്ക് ജൈവവളവും പിന്നെ രാസവളവും അതുപോലെ ലിക്വിഡ് ഫെർട്ടിലൈസറുകളും ഇതെല്ലാവരും കൂടി ഒരുമിച്ച് കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ രാസവളമാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു 15 ദിവസത്തെ ഇടവേളയെങ്കിലും വേണം അടുത്ത വളം അതിലേക്ക് പ്രയോഗിക്കാനായിട്ട്. നമ്മുടെ ചെടി വെള്ളം കിട്ടാതെ വാടി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ ആദ്യം തന്നെ ചെടിക്ക് വെള്ളം കൊടുത്തതിന് ശേഷം വേണം നമ്മൾ അതിന് വളം കൊടുക്കാനായിട്ട്. ഡയറക്റ്റ് നമ്മൾ ഒരു വാടി നിൽക്കുന്ന ചെടിക്ക് വളം ഉപയോഗിക്കരുത്. ആദ്യം വെള്ളം കൊടുത്ത് ചെടി ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ചെടിക്ക് വളം കൊടുക്കാൻ ശ്രമിക്കുക. ചെടികളിൽ നമ്മൾ പലതരം ഫംഗിസൈഡുകൾ ഉപയോഗിക്കുമല്ലേ, അപ്പോൾ ഫംഗിസൈഡും വളവും കൂടി ഒരുമിച്ച് ഒരിക്കലും കലർത്തിയിട്ട് ഉപയോഗിക്കരുത്. അതായത് ഒരേ സമയത്ത് തന്നെ ഫംഗിസൈഡ് അടിക്കുക, അന്ന് തന്നെ വളവും കൊടുക്കുക. ഇത് ഒരുമിച്ച് ചെയ്യാതെ വേറെ വേറെ ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെടികളുടെ ഇലകളൊക്കെ മഞ്ഞ കളറാവുന്നതേ വളമില്ലാത്തതുകൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഫംഗസിൻ്റെ പ്രശ്നമായിരിക്കാം, വേരുകളുടെ പ്രശ്നമായിരിക്കാം, അതുപോലെ വെള്ളം കൂടുതൽ കിട്ടിയിട്ടായിരിക്കാം. നമ്മൾ ലിക്വിഡ് വളങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, അതിൻ്റെ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ അത് പൂത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയുള്ള വളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാതിരിക്കാം. വളമൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചെടീനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്നത് നന്നായിരിക്കും. എല്ലാ പ്രശ്നങ്ങളും ചെടിക്ക് വളമില്ലാത്തതുകൊണ്ടായിരിക്കില്ല. കീടങ്ങളുടെ ആക്രമണം കൊണ്ടാവാം, ചിലപ്പോൾ ചെടികളിൽ വെള്ളം കൂടിയിട്ടാവാം, വേരുകളുടെ പ്രശ്നമാവാം, അപ്പോൾ ഫംഗസ് മൂലമാവാം. എന്താണെന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രം വളം കൊടുക്കുക.